അതീവ രഹസ്യ വിവരങ്ങൾ പുറത്തുവിട്ടെന്ന ആരോപണം നേരിട്ട യുഎസ് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഹൂതി വിമതർക്കെതിരായ യുഎസിന്റെ ആക്രമണം സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ പുറത്തുവിട്ടെന്നാണ് ആരോപണം. യമനിലെ ഹൂതി വിമതർക്ക് നേരെ യുഎസ് നടത്തിയ ആക്രമണങ്ങൾ സംബന്ധിച്ച രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ പീറ്റ് ഹെഗ്സെത്ത് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പങ്കുവച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തന്റെ സ്വകാര്യ ഫോണിൽ നിന്ന് സിഗ്നൽ ആപ്പിലെ ഗ്രൂപ്പ് ചാറ്റ് വഴിയാണ് വിവരങ്ങൾ പങ്കുവച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിഫൻസ് സെക്രട്ടറിയായി പീറ്റ് നിയമിതനാകുന്നതിന് മുൻപുണ്ടാക്കിയതാണ് ഈ ഗ്രൂപ്പ് ചാറ്റ്. ഡിഫൻസ് സെക്രട്ടറിയായി നിയമിതനായ ശേഷവും സ്വകാര്യ ഫോണിലൂടെ ഈ സിഗ്നൽ ഗ്രൂപ്പ് ചാറ്റ് പീറ്റ് ഉപയോഗിച്ചിരുന്നു. ഇതിലൂടെ തന്റെ ഭാര്യയോടും സഹോദരനോടും അഭിഭാഷകരോടും രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ പീറ്റ് പങ്കുവച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹെഗ്സെത്തിന്റെ ഭാര്യയും ഫോക്സ് ന്യൂസിന്റെ മുൻ പ്രൊഡ്യൂസറുമായ ജെന്നിഫർ റൌജത്ത് പ്രതിരോധ വകുപ്പിൽ ഔദ്യോഗിക പദവികളൊന്നും വഹിക്കാതെ തന്നെ നയതന്ത്ര യോഗങ്ങളിൽ പീറ്റിനൊപ്പം പങ്കെടുത്തതായും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം പീറ്റിന്റെ സഹോദരനായ ഫിൽ ഹെഗ്സെത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ മുതിർന്ന ഉപദേഷ്ടാവായി ജോലിയിൽ പ്രവേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. യമനിലെ ഹൂതികളുടെ താവളങ്ങൾ ആക്രമിക്കുന്നതിന്റെ വിശദമായ പദ്ധതികൾ ചർച്ച ചെയ്യാനുള്ള സിഗ്നൽ ആപ്പിലെ ഗ്രൂപ്പിൽ ദ അറ്റ്ലാന്റിക് മാഗസിന്റെ എഡിറ്റർ ഇൻ ചീഫ് ജെഫ്രി ഗോൾഡ്ബർഗിനെ ഉൾപ്പെടുത്തിയതായും വിവാദമുണ്ടായിരുന്നു. സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മാക് വോൾസിനെതിരെ വിമർശനമുയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് പീറ്റ് ഹെഗ്സെത്തിനെ കുറിച്ചുള്ള വാർത്തകളും പുറത്തുവരുന്നത്. യമനിലെ ഒരു ചെങ്കടൽ തുറമുഖം തകർത്ത ആക്രമണത്തിന് 2 ദിവസത്തിനുള്ളിൽ തലസ്ഥാനമായ സനായിലും ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തീരദേശ നഗരമായ ഹൊദൈദയിലും അമേരിക്കൻ സൈന്യം തുടർച്ചയായ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇത് യമനിലെ ഹൂതി വിമതർ സ്ഥിരീകരിക്കുകയും ചെയ്തു. ചെങ്കടലിലെ ഹൊദൈദയിലെ ഒരു വിമാനത്താവളത്തിലും തുറമുഖത്തും 13 വ്യോമാക്രമണങ്ങൾ അമേരിക്ക നടത്തിയതായി ഹൂതികളുടെ മാധ്യമ ഓഫീസ് അറിയിച്ചു. തലസ്ഥാനമായ സനായിലും അമേരിക്കൻ ആക്രമണങ്ങൾ നടത്തിയതായി ഓഫീസ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആളപായം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നില്ല. യമനിലെ ഹൂതികൾക്കെതിരെ ആക്രമണം തുടരുകയാണെന്ന് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. വ്യാഴാഴ്ചത്തെ വ്യോമാക്രമണത്തിൽ ഹൊദൈദ പ്രവിശ്യയിലെ റാസ് ഈസ തുറമുഖത്ത് 74 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 171 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനിയൻ പിന്തുണയുള്ള വിമതർക്കെതിരെ അമേരിക്ക നടത്തിയ ബോംബ് ആക്രമണത്തിലെ ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു ഇത്. റാസ് ഈസയ്ക്കെതിരായ ആക്രമണത്തിലും ഇസ്രയേലിനും ഷിപ്പിംഗ് റൂട്ടുകൾക്കും നേരെയുള്ള ഹൂതികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്കും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് അങ്ങേയറ്റം ആശങ്കാകുലനാണെന്നാണ് അദ്ദേഹത്തിന്റെ വക്താവ് അറിയിച്ചത്. സാധാരണ പൌരന്മാർക്ക് നാശനഷ്ടമുണ്ടാക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വിസമ്മതിക്കുകയും ചെയ്തു. 1 മാസം നീണ്ടുനിന്ന അമേരിക്കൻ ബോംബിംഗ് പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു ഹൊദൈദയിലെ ആക്രമണം. നിർണായക ആഗോള വ്യാപാര പാതയായ ചെങ്കടലിലെ കപ്പലുകൾക്കും അവരുടെ അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലിനും നേരെയുള്ള ഹൂതികളുടെ ആക്രമണമാണ് ഇതിന് കാരണമെന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.